ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു ചേച്ചിയുടെ ഇപ്പൊ കള്ളക്കടത്തെന്ന് പറയുന്നുണ്ട്, സ്വർണം കടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം പലരും ഈ റിയാക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഈ രേണുസുതിക്ക് ഇത്രമാത്രം അബ്രോഡ് പോയി ഇനോഗ്രേഷൻ ആരാ ഇത് കൊടുക്കുന്നേ, എന്തിനാ ഇവരെ വിളിക്കുന്നേ, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ശരിക്കും രേണുസുതി കള്ളക്കടത്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു അലിഗേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഞാൻ വിദേശത്ത് പോയി ഇനോഗ്രേഷൻ ചെയ്തത് മുഴുവൻ ബാർ റെസ്റ്റോറൻറ്റ്. ഓക്കെ, മനസ്സിലായാലോ? ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. ബാർ റെസ്റ്റോറൻറ്റ് അറിയാം, നമുക്ക് മദ്യവും കഴിക്കുന്നവർക്ക് കഴിക്കാം. ഫുഡ് നല്ല അടിപൊളി നാടൻ ഫുഡുകളുമുള്ള ഹോട്ടൽസാണ് ഞാൻ റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ചില സെലിബ്രിറ്റികളൊന്നും അങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യാൻ അത് പോകത്തില്ല. ചിലവർ എനിക്ക് തോന്നുന്നില്ല ബാർ റെസ്റ്റോറൻറ്റ് പോകത്തില്ല. ചിലവർ എന്നെപ്പോലെ ഒരാൾ അങ്ങനെ ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി പോയി ഇനോഗ്രേഷൻ ചെയ്യും. അതിനാണ് ഇവർ ഈ കിടന്ന് പറയുന്നത് രേണുസുതിക്ക് അത് മാത്രമേ ഉള്ളൂ. സത്യമാണ്, ഞാൻ പോകുന്നുണ്ട്. പിന്നെ 10 ദിവസം നിൽക്കുന്നത് ഒരു ഇനോഗ്രേഷനുമായി 10 ദിവസം നിൽക്കുന്നത്, 15 ദിവസം നിൽക്കുന്നത്.